അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് മരിച്ച ദമ്പതികളുടെയും മക്കളുടെയും സംസ്കാരം അല്പസമയത്തിനകം നടക്കും. അങ്കമാലി സെന്റ് മേരീസ് കത്തീഡ്രൽ സെമിത്തേരിയിലാണ് സംസ്കാരം. അലി അക്ബർ ഷാ നൽകും കൂടുതൽ വിവരങ്ങൾ. അലി, നടുക്കുന്ന സംഭവമാണ് ഉണ്ടായത്. ഒരു കുടുംബത്തിൽ ഉണ്ടായ ഒരു അവിചാരിതമായ ഒരു ദാരുണ സംഭവം. ഇപ്പോൾ സംസ്കാര ചടങ്ങുകൾ തുടങ്ങുകയാണോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? സുജയ ഈ പറഞ്ഞതുപോലെ ഏറെ ദാരുണമായ സംഭവമായിരുന്നു ഇന്നലെ കിടപ്പുമുറിക്ക് തീപിടിച്ച് 4 പേർ വെന്തു മരിച്ച അങ്കമാലിയിലെ സംഭവം എന്ന് പറയുന്നത്. ഇവരുടെ മൃതദേഹം 11 മണിയോട് കൂടിയാണ് അങ്കമാലിയിലെ വീട്ടിലേക്ക് എത്തിച്ചത്. ഈ ജൊവാന ജസ്റ്റിൻ 2 മക്കൾ 8ഉം 6ഉം വയസ്സ് പ്രായമുള്ള മക്കളാണ്. ഇവരുടേത് ഉൾപ്പെടെ ഈ ബിനീഷിന്റെയും അനുവിന്റെയും മൃതദേഹങ്ങൾ രാവിലെ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ വലിയ രീതിയിലുള്ള ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഈ അനുവിന്റെയും അതുപോലെ ബിനീഷിന്റെയും കുടുംബാംഗങ്ങളൊക്കെ പല സ്ഥലങ്ങളിലും പുറത്തുണ്ടായിരുന്നവരൊക്കെ എത്തിയിരുന്നു. വളരെ വേദനിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഈ കുഞ്ഞു മക്കളെ കാണാനായി നൂറുകണക്കിന് ആളുകളാണ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ പുറത്തുനിന്നും വാർത്ത അറിഞ്ഞെത്തിയവരുമായി വീടിനും ചുറ്റും തടിച്ചുകൂടിയത്. അയ്യമ്പള്ളി വീട്ടിലായിരുന്നു രാവിലെ ഈ മൃതദേഹങ്ങൾ എത്തിച്ചത്. ഇന്നലെ ഈ പോസ്റ്റ്മോർട്ടം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ ശേഷം അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയായിരുന്നു ഈ മൃതദേഹം സൂക്ഷിച്ചിരുന്നത്. അവിടെ നിന്നാണ് വീട്ടിലേക്ക് എത്തിച്ചത്. 12:30 തന്നെ വീട്ടിൽ അന്ത്യകർമ്മങ്ങൾ തുടങ്ങിയിരുന്നു. ഇപ്പോൾ അങ്കമാലി സെന്റ് മേരീസ് സുനോറ കത്തീഡ്രൽ സെമിത്തേരിയിലാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ സെമിത്തേരിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കും. എസിയിൽ നിന്നുള്ള ഗ്യാസ് ലീക്കാണ് ഈ തീപിടുത്തത്തിന് കാരണമായത് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഈ ഘട്ടത്തിലും പോലീസ് ഉള്ളത്. അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ വിശദമായ പരിശോധന ഇവിടെ നടത്തിയിരുന്നു. അതുപോലെ മറ്റ് ഫോറൻസിക് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ പരിശോധനകളും നടത്തിയിരുന്നു. ഇതിന്റെയൊക്കെ റിപ്പോർട്ട് ഇന്ന് ലഭിക്കേണ്ടതുണ്ട്. ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിന്റെ വിശദ പഠനത്തിന്റെ റിപ്പോർട്ട് ഇന്ന് പോലീസിന് കൈമാറുമെന്നാണ് പോലീസിൽ നിന്നും അറിയാൻ സാധിച്ചിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ബാക്കി നടപടികൾ എങ്ങനെ സ്വീകരിക്കണമെന്ന് പോലീസും തീരുമാനിക്കുക. അതിലൂടെ മാത്രമേ എങ്ങനെയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്ന കാര്യത്തിൽ കുറച്ചുകൂടി വ്യക്തത വരികയുമുള്ളൂ. എന്തായാലും ഏറെ ഞെട്ടിച്ച ദാരുണമായ ഒരു സംഭവമായിരുന്നു ഇന്നലെ അങ്കമാലിയിൽ ഉണ്ടായത്. ഈ കുഞ്ഞുമക്കൾ ഉൾപ്പെടെ 4 പേർ കിടപ്പുമുറിയിലാണ് വെന്തു മരിച്ചത്. ഈ എസിയിൽ നിന്നുള്ള ഗ്യാസ് ലീക്കായപ്പോൾ ഇതിന്റെ വിഷപ്പുക ശ്വസിച്ച് ഇവർ ബോധരഹിതരായിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം പോലും നടത്താൻ ഇവർക്ക് കഴിയാതെ പോയത് എന്നുമാണ് ഈ ഘട്ടത്തിൽ പോലീസിന്റെ നിഗമനം. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം തന്നെ പ്രാഥമിക നിഗമനം മാത്രമാണ്. ഈ ശാസ്ത്രീയ പരിശോധനയുടെ റിസൾട്ട്, ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറുടെ പരിശോധനയുടെ റിസൾട്ട് ഉൾപ്പെടെ വന്നാൽ മാത്രമേ എങ്ങനെ ഈ അപകടം സംഭവിച്ചു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. സുജയ. ഓക്കെ, അലി അക്ബർ ഷായാണ് വിവരങ്ങൾ നൽകിയത്. അങ്കമാലിയിൽ വീടിന് തീപിടിച്ച് മരിച്ച ദമ്പതികളുടെയും മക്കളുടെയും സംസ്കാരം അല്പസമയത്തിനകം നടക്കും.